ഒന്നുകൂടി ഉഷാറായിട്ട് നടക്കി. ഉഷാറാണ് ബലം വെക്കാനല്ലായിരുന്നേ, ഒരു ഈമാനുള്ള നടത്തം നടക്കാനാ ഞാൻ പറഞ്ഞത്. അജ്ജിന് ഞങ്ങള് പോണതേ അങ്ങാടിക്ക് പോലല്ലോ, യൂട്യൂബിൽ ഇടാളാണ്. യൂട്യൂബില് വരുമാനം കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ അജ്ജിന് പോവാണ് പറഞ്ഞാണ്ട് ചാടി കളിച്ചാണ്ട് ദിക്കർ കുറച്ച് ഉറക്കാനാണ് ചെല്ലി. ഇതിക്ക് നോക്കണ്ടെങ്കിലേ അയക്ക് നോക്കാനൊന്നും പറ്റൂല. അത് മനുഷ്യന്മാര് കാണുമ്പോ മനസ്സിലാകരുത്. കജ്ജി വീസാൻ നിക്കല്ലേ നിങ്ങൾ. നിങ്ങൾ എന്താണ് ഈ കാട്ടുന്നത്? ഒരു കോലം പോലെ നടക്കിയത് മനുഷ്യന്മാര് കാണുമ്പോ വല്ലാത്ത ഇടങ്ങാറായല്ലോ. ഇത് കാര്യമായിട്ട് പോകാണ് തോന്നണേ. അജിന് നടന്നു പോവാണ് തോന്നണം. നിങ്ങൾക്ക് കൂലിട്ടാൻ പോകാണെന്ന് തോന്നണം, അല്ലാതെ നിങ്ങൾ പൈസക്ക് പോകാന്ന് തോന്നരുത്. അപ്പൊ പൈസ കിട്ടൂല. നമുക്ക് ആവശ്യം കൂലിട്ടില്ലേലും കുഴപ്പമില്ല. സുബ്ഹാനല്ലാ 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 അൽഹംദുലില്ലാ. കുട്ടിയെ അസ്സലാമു അലൈക്കും. എത്ര വർത്താനൊക്കെ ഇജ്ജ് പോകുമ്പോഴേ നമ്മളെ എന്റെ പെരയിലും മറ്റുള്ളവരൊക്കെ പറയണം നമ്മളെ കാക്ക അജ്ജ് നടന്നു പോണ്ട്, എന്തോ ഒരു റാമത്താണെന്ന് പറഞ്ഞട്ടോ. മറക്കരുത്. മുട്ടായി വാങ്ങി തരുന്ന എനിക്ക് കേട്ടോ. സുബ്ഹാനല്ലാ അൽഹംദുലില്ലാ സുബ്ഹാനല്ലാ 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 സുബ്ഹാനല്ലാ. എങ്ങനെ ഉണ്ട് നമ്മളെ ഐഡിയ? കുറച്ചൊക്കെ ഖുർആനും കൂടുതൽ എനിക്ക് അറിയില്ല. ഇന്നിപ്പോ അതൊന്നും പഠിച്ചോണ്ട് ഒന്ന് പഠിപ്പിച്ചു തരാം കേട്ടോ. ആദ്യം പഠിപ്പിച്ചല്ലേ മുഴുവനാകുമ്പോത്തിന് ഇങ്ങനെ നടന്നാ മതിയല്ലേ? മതി. സുബ്ഹാനല്ലാ അൽഹംദുലില്ലാ. പഠിച്ചവനെന്റെ കുട്ടികളാണ് വരും. ഇങ്ങോട്ട് വന്നാണ് ഇങ്ങനെ വന്നാണ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പോണത് എന്താണ് അറിയാ? അല്ല കാരൊക്കെയാണ് ഇപ്പൊ കൊണ്ടുവരാൻ പോണത്. എവിടുന്ന്? മറ്റത്ത്. എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾക്ക് ഒന്നും വലിയ പണിയൊന്നുമില്ല. അപ്പൊ ജൈലേക്ക് ഇന്ത്യക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോ ഇപ്പൊ പാന്റെ കജ്ജൊന്ന് ഇങ്ങേറെ മുത്തിച്ച ഇങ്ങനെ മുത്തിയാ മതി. എന്നിട്ട് പറയാം നിങ്ങളെ സ്കൂളിലൊക്കെ പോകുമ്പോ നിങ്ങളെ കൂട്ടുകാരുണ്ട്, ബാക്കി എന്തോരം അമത്തും വർക്കത്തൊക്കെ കിട്ടീന് ഇപ്പ എന്ത് പറഞ്ഞാലും അപ്പോഴാക്കപ്പ ഇപ്പ നടന്ന് അജ്ജിന് പോകാണെന്ന് പറയാ. അപ്പൊ നിങ്ങളെ സപ്പോർട്ട് നമുക്ക് വേണം. അപ്പൊ നാളെ മുതൽ അങ്ങനെ ചെയ്യോ? ഇപ്പൊ അതിലെങ്ങനെ പോവുകയാണെങ്കിൽ മുത്താൻ പറയാൻ നിങ്ങൾ കൂട്ടുകാരുണ്ടല്ലോ, ഓനെ കാണുമ്പോ വണ്ടി വന്ന് മുത്തണം. ഇപ്പൊ പറഞ്ഞ നിങ്ങൾ കാട്ടുക. നല്ല കുട്ടികള്. ഇനി കൊറേ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഇത് റേറ്റിംഗ് കിട്ടാനാണ്, യൂട്യൂബ് കയറാനാ. അല്ല നിങ്ങൾ അജ്ജിന് പറഞ്ഞ് കൂലിട്ടാനൊന്നല്ലോ. അപ്പൊ കുട്ടികളെ കൊണ്ട് ഓരോ കജ്ജും ഇങ്ങനെ മുത്തിച്ചോളി. അങ്ങനെ അങ്ങനെ ആളുകൾ ഉണ്ടാവുമ്പോ കേട്ടോ. ഇപ്പൊ കുട്ടികളെ ഒറ്റക്കാണെങ്കിൽ മുത്തണ്ട. കുരുത്തം കേട്ടോനെ പിന്നെ എറിയ എനിക്ക് ഞാൻ അജ്ജിന് പോയി വരുമ്പോ ഒരു സാധനം പോർന്ന് അത് എപ്പോ അടിച്ചാട്ടി ഞാൻ. കുട്ടിയെ പോരെ, അങ്ങനെ പോരെ. ഇജ്ജ് പറഞ്ഞോ അതേ തെറ്റുണ്ടെങ്കിലേ. ഞാൻ പറഞ്ഞോണ്ട്. അപ്പോള് ഞാന് നടന്ന് ഹജ്ജിന് പോവാണ്. നിങ്ങൾ ഇടക്കിടക്ക് ചുഖായിക്കണോ നേരായിക്കണോ ചോദിച്ചണ്ട. നിങ്ങള് കോലം പോലെ ചെയ്തിട്ടാ മതി. 10 റുപ്യ കിട്ടണ്ട പതിമൂന്ന്. വല്ലാത്തൊരു ഇടങ്ങാറായല്ലോ പണ്ടാറടങ്ങ. ഞാൻ ക്യാമറമാനും മാറ്റിട്ടോ. അജ്ജ് ഇങ്ങനെ ഇന്നെ കണ്ട് ഭരിച്ചാൽ നിൽക്കണ്ട. ഞാനൊക്കെ പൈസ തന്നിട്ടാണ്, വെറുതെ അല്ല. ഇത് രാവിലെ തുടങ്ങിയിരിക്കണം, കൊല്ലി വെള്ളം പറ്റാനിപ്പോ പറഞ്ഞു പാപിന് മതി. അപ്പോഴ് നമ്മളൊരു കപ്പലിലോ പ്ലേറ്റിലോ മറ്റുള്ള രീതിയിൽ പോയി കഴിഞ്ഞാല് പടച്ചോനാണ് ഇത്ര കൂലിട്ടൂല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ നടന്നു പോകുന്നത്. ഇനിയിപ്പോ ആകെ സംഭവം എന്താ അറിയോ കുട്ടിയെ? ഇതിലേക്ക് നോക്കൽ നിങ്ങളെ. ഞാൻ ഇങ്ങോട്ട് അപ്പ പറയലാണ്, ഇത് മനുഷ്യന്മാർക്ക് കാണിച്ചു വെക്കാം. 10 റുപ്യ കിട്ടോ ഇത് ചെയ്തിട്ട്? ഞാൻ നിർത്തി. എന്താ നിങ്ങള് കുട്ടികളെ കജ്ജൊക്കെ മുത്തിച്ചിട്ടുണ്ടല്ലോ, ക്യാമറമാനും വീഡിയോയും എന്തൊക്കെ പരിപാടി നിങ്ങൾക്ക്. എത്ര തട്ടിപ്പ്, വെറും തട്ടിപ്പിന്റെ ആളാണ് നിങ്ങള്. തട്ടിപ്പാച്ച നിങ്ങളെ പേരെന്നെ കേട്ടോ. എത്തപ്പോ നിങ്ങള് കാട്ടുന്നു ഇവിടെ. എന്താ പിടിച്ചോ, ഇതാണ് പിടിച്ചോ. എനിക്ക് നല്ലതാണ് ബർക്കത്തിന്. എന്തിനറിയാ, എന്നെപ്പോലത്തെ കൊറേ ആളുകളുണ്ട് എന്ത് ചെയ്താലും കുറ്റം കാണാ. അതല്ല ചെയ്യേണ്ടത്. ആർക്ക് വയസ്സായി? വയസ്സിന്റെ ഭർത്താനൊന്നും പറയല്ലേ. വയസ്സൊന്നും എനിക്കായിട്ടില്ല. ഞാൻ നടന്ന് ഹജ്ജിന് പോവുകയാണ്. ഇജ്ജ് പോവുമോ? ഇല്ലല്ലോ. അപ്പൊ എന്റെ വയസ്സാണോ എന്റെ വയസ്സാണോ വലുത് നോക്കിയാൽ മതി. അപ്പൊ ഞാന് ഹജ്ജ് നടന്നു പോകാനുള്ള കുട്ടൻസിന്റെ പരിപാടിയാണ്. അതിന്റെ റിഹേഴ്സലാണ്. എന്റെ കുട്ടികളും പേരെ കുട്ടികളാണെന്നൊക്കെ അറിയാലോ. ഓലെക്കൊണ്ട് നമ്മൾ കജ്ജ് മുത്തിച്ചാണ്. ഇത് നമ്മളുണ്ടാക്കി നമ്മളെ ക്യാമറമാനെ ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ യൂട്യൂബിലിട്ടും.
അത് നമ്മളിങ്ങനെ ഫോൺ കൊടുത്തു കൂടെ ഇങ്ങനെ എല്ലാവരും ചാനലൊക്കെ ഇങ്ങനെ ചെല്ലുമ്പോൾ നമ്മൾ ദർഗം ഉയർന്നു വരും. അപ്പൊ ഇത് കണ്ട് നമ്മൾ ഏത് സ്ഥലത്ത് കൂടെ പോകുമ്പോഴും കാണുന്ന ആളുകൾ ഇങ്ങനെ മുത്തും. അതൊക്കെ നമ്മൾ ക്യാമറമാൻ ഇനി ഇവിടുന്ന് നടന്നിട്ട് പോകുമ്പോൾ 2-3 ക്യാമറമാനേ കാരണം നമ്മൾ പറച്ചിൽ എന്തേ കാരണം നമ്മൾ ഒറ്റക്ക് ഉണ്ടാവുള്ളൂ എന്നറിയ കാരണം. അങ്ങനെ നമ്മൾ ഇതങ്ങനെ പോയി ഉണ്ടാക്കാനുള്ള ഏർപ്പാടാണ്. പുതിയ തട്ടിപ്പ് നടത്തിയാലേ ചങ്ങായി എവിടേക്കെങ്കിലും എത്തുള്ളൂ. ഞാൻ എല്ലാ സ്ഥാപനങ്ങളും അതേപോലെ ചെയ്ത പണികളൊക്കെ പൊളിഞ്ഞു. വല്ലാത്തൊരു കാലം തന്നെ ഇട്ടത്. അല്ലാതെ എന്ത് ചെയ്യണത് ചങ്ങായി? ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കാണോ ഇപ്പൊ തരിക നടത്തുന്നത്? ഇപ്പൊ ഇവിടുത്തെ എല്ലാരും ഇതേമാതിരി തരിക നടത്തുന്നവർക്ക് പൈസ ഉള്ളൂ. നേരെ പോകാണ്ടുള്ളൂ. കട്ടാ പുകയാണ്. ഹജ്ജിനും ഹാജരെ അവിടെ നടന്നു പോകാൻ പറഞ്ഞിട്ടില്ലല്ലോ. പണ്ടത്തെ കാലത്ത് നടന്നല്ലേ പോയിരുന്നതേ. അന്ന് വണ്ടി സൗകര്യം ഇല്ലാത്തോണ്ടല്ലേ ഇത് മണിക്കൂർ കൊണ്ട് അവിടെ എത്തുന്ന കാലത്ത് എന്തിനാ നടന്നു പോണത്? ചങ്ങായിയെ ഹജ്ജിന്റെ പുണ്യം കിട്ടാനെന്നല്ല ഞാൻ പോണത്. ഹജ്ജിന്റെ പുണ്യം കിട്ടാനൊക്കെ ഞാൻ കുറെ മുമ്പ് ഞാൻ ഉംറക്ക് പണിക്ക് പോയിനാലെയാണ്. അന്ന് ഞാൻ എന്താക്കണ് ഹജ്ജ് ചെയ്ത് പോന്നിക്കണ്. അത് അന്ന് കുടിക്കണ്. ഇത് ഞാൻ ഹജ്ജ് ചെയ്യാനെന്നല്ല, ഇച്ച് പൈസ ഉണ്ടാക്കണം. അതിന് ഞാൻ എന്താക്കുക ഇങ്ങനെ പോയി വന്ന് ഇത് ഈ യൂട്യൂബിലൊക്കെ ഉച്ചാറാക്കി പോയി കഴിഞ്ഞാല് ആളും പ്രശസ്തിയൊക്കെ ആയി കഴിഞ്ഞാൽ അങ്ങോട്ട് വരും. ഞാൻ എന്താക്കും പിന്നെ കേരളത്തിൽ നിൽക്കൂല. കേരളത്തിൽ നിന്ന് പോയിട്ട് നമ്മൾ UP-യിലോ മഹാരാഷ്ട്രയിലോ ഒക്കെ പോയിട്ട് നമ്മളവിടെ പോയിട്ട് വലിയാവും. എനിക്കിപ്പോ ലൈസൻസ് ഒക്കെ ഉണ്ടല്ലോ, എനിക്ക് പണിയൊന്നുമില്ലല്ലോ, കുറെ പഠിച്ചൊക്കെ ചെയ്തു, ലൈസൻസ് ഉണ്ടല്ലോ അല്ലേ. അപ്പൊ നിന്റെ വണ്ടിയിൽ ഡ്രൈവറായി എനിക്ക് പോരണോ? പറ്റും. നല്ല പൈസയും തരാം. നിന്റെ ശമ്പളത്തിന് പുറത്ത് ഈ ആളുകൾ ഡ്രൈവർക്ക് എന്തെങ്കിലും കൊടുത്തോളൂ വരുമ്പോ 10,000-15,000 കൂല എനിക്കും അത് തരും. അപ്പൊ ഞാനും കഴിച്ചിലാവും. ഇത് കഴിച്ചു അപ്പൊ എന്നാ ഞാനും ഉണ്ട്. ഇത് നിന്നാ എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ഞങ്ങളെ യൂട്യൂബ് ഉണ്ടല്ലോ, ആ ചാനൽ മാക്സിമം ആളുകൾക്ക് എത്തിക്കാണ്ട് പബ്ലിസിറ്റി അത് ഞാൻ ഏറ്റു. നിങ്ങൾ പോയി വരുവോളം ആ പണി ഞാൻ ഏറ്റു. മതി. ഞാൻ അത് നിങ്ങൾ എന്തെങ്കിലും തന്നാ മതി. ഞാൻ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ നിന്ന് നീച്ചാതെ ഞാൻ അത് ഷെയർ ചെയ്യലും അതുകൊണ്ടുള്ള എല്ലാ പരിപാടിയും ഞാൻ ചെയ്തോളാം. ഇത് മതി. ഇതൊക്കെ തന്നെ നടക്കുള്ളൂ. അപ്പൊ നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും. ഞാൻ എല്ലാവരോടൊക്കെ പറഞ്ഞു കേട്ടോ. ദ്വാരക്ക് ഞാൻ അവിടൊക്കെ പോയി വരാം. എനിക്ക് തുടങ്ങും കുട്ടിയെ അതങ്ങോട്ട് ഉഷാറായി. നിങ്ങളെ ചാനലിന്റെ പേര് ഫേസ് മീഡിയ. ആയിക്കോട്ടെ, അതിങ്ങനെ ഷെയർ ഞാൻ ചെയ്തോളാം. അതെ. അപ്പൊ ഈ പൈസ പിന്നെ പൈസ വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഫേസ് മീഡിയ എന്നുള്ള ഞാൻ ഹജ്ജിന് പോകുന്നു, നടന്ന് ഹജ്ജിന് പോകുന്നു എന്ന് പറഞ്ഞാണ്ട് ഞാൻ ഫുള്ള് ഞാൻ ഷെയർ ചെയ്തോളാം. തരേണ്ടി വരും. കായ് കുട്ടിയത് ചമ്മല് മാറി കാരണം പൈസ വരിക. ആ പൈസ വന്ന പിന്നെ നിങ്ങൾക്ക് പൈസ തരില്ല. അത് വേറെ മാർഗം അത് ഞാൻ തരും. വണ്ടിന്റെ ഡ്രൈവർ ആക്കേണ്ടി വരും കേട്ടോ. ആണ്. ചെറിയ കാറൊന്നും ബെൻസ് BM ഒക്കെ വാങ്ങേണ്ടി വരും. അത് ഉറപ്പ്. ഫ്രീ തെറി ചെങ്ങായി. ഞാൻ പൈസ കൊടുത്ത് വാങ്ങൊന്നും വേണ്ട. അതിന് കുറെ പിന്നെ ബിസിനസ്സുകാരുണ്ടാവും. എന്നിട്ട് ഫ്രീ വരും. തങ്ങളാപ്പ കൊടുത്ത ബർക്കത്ത് കിട്ടും, ബിസിനസ്സും അധികരിക്കും എന്നൊക്കെ പറഞ്ഞാണ്ട് ഇന്നങ്ങളെ പോക്ക് നല്ല ഉഷാറായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വേഗം ഉഷാറായിട്ട് പോരി എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി.